Hello everyone, I am Dr. Arun Hari, interventional cardiologist working in LLH Hospital, Musa. നമ്മുടെ ഹാർട്ട് നോക്കുകയാണെങ്കിൽ അതൊരു അമേസിങ് ഓർഗനാണ്. നമ്മൾ ജനിക്കുമ്പം തൊട്ട് നമ്മൾ മരിക്കുന്നത് വരെ കണ്ടിന്യൂസ്ലി നമുക്ക് വേണ്ടി ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ സെക്കൻഡ്. സോ നമ്മുടെ ഹാർട്ടിന് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകളാണ് കൊറോണറി ആർട്ടറീസ് എന്ന് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും ബ്ലോക്ക് വന്ന് അടയുമ്പോഴാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. സോ ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഒന്ന് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും, രണ്ടാമത്തത് ബൈപ്പാസ് സർജറി എന്ന് പറയും. സോ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു മിനിമലി ഇൻവേസീവ് പ്രൊസീജിയറാണ്. നമ്മൾ ലോക്കൽ അനസ്തീഷ്യ കയ്യിൽ അല്ലെങ്കിൽ കാലിൽ നമ്മളൊരു ചെറിയ ഇഞ്ചക്ഷൻ എടുത്തിട്ട് അതുവഴി ഒരു ട്യൂബ് ഇട്ട് ഹാർട്ടിൽ ചെന്ന് ആ ബ്ലോക്ക് മാറ്റി അവിടെ ഒരു സ്റ്റെൻറ്റ് ഇടുന്നതിനെയാണ് ആൻജിയോപ്ലാസ്റ്റി പ്രൊസീജിയർ എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്കത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസ് ലൈക്ക് മൾട്ടിപ്പിൾ ബ്ലോക്കുകളുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായ ബ്ലോക്കുകൾ, കാൽഷ്യം കൂടുതലുള്ള ബ്ലോക്ക്, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ബൈപ്പാസ് സർജറി വേണമെന്ന് നിങ്ങളുടെ കാർഡിയോളജിസ്റ്റ് പറയാം. ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ബ്ലോക്കായ രക്തക്കുഴൽ കണ്ടുപിടിച്ച് അതിന് ഒരു ബൈപ്പാസ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്നോ കാലിൽ നിന്നോ ഒരു രക്തക്കുഴലെടുത്ത് നമ്മൾ കണക്ട് ചെയ്ത് താഴോട്ടുള്ള ഹാർട്ട് മസിലിന് ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന ഒരു സർജറിയാണ് ബൈപ്പാസ് സർജറി എന്ന് പറയുന്നത്. സോ ഇൻ ഷോർട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ഒരു മിനിമലി ഇൻവേസീവ് പ്രൊസീജിയറാണ്. ലോക്കൽ അനസ്തേഷ്യയിൽ നമ്മൾ കൈ വഴി ഒരു ട്യൂബ് ഇട്ട് നമ്മൾ ആ ബ്ലോക്ക് കണ്ടുപിടിച്ച് അതിൽ ഓപ്പൺ ചെയ്ത് ഒരു സ്റ്റെൻറ്റ് ഇടുന്നതിനാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെസ്റ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ ആ ബ്ലോക്ക് കണ്ടുപിടിച്ച് അതിനൊരു ഓൾട്ടർനേറ്റീവ് ഒരു ബൈപ്പാസ് വെച്ച് നമ്മൾ കണക്ട് ചെയ്യുന്ന സർജറിയാണ് ബൈപ്പാസ്. സോ ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് സർജറിയും തമ്മിലുള്ള ഡിഫറൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു.